ഹാസ്യകവിയായ ശ്രീ ചെമ്മനം ചാക്കോയുടെ കവിതയാണ് മമ്മി. ചെമ്മനം ചാക്കോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മലയാളത്തിലെ അതിപ്രശസ്തനായ ഒരു കവി, അതായത് ഹാസ്യ കവിയായിരുന്നു. കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം മലയാളത്തിൽ അതുപോലെ തന്നെ സാമൂഹ്യ വിമർശനം നിർവഹിച്ച മറ്റൊരു കവിയില്ലെന്ന് തന്നെ നമുക്ക് പറയാം. അത്രയധികം പ്രാധാന്യമുള്ളതായിരുന്നു ചെമ്മനം ചാക്കോയുടെ കവിതകൾ. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. കോട്ടയം ജില്ലയിലെ മുളക്കുളം സ്വദേശിയാണ് ശ്രീ ചെമ്മനം ചാക്കോ. വിമർശഹാസ്യമായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികൾ അധികവും. എന്നുവെച്ചാൽ വിമർശനം, സമൂഹത്തിലെ പ്രശ്നങ്ങൾ, സാമൂഹ്യ വിഷയങ്ങളെ, അഴിമതികളെ വിമർശിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകൾ അധികവും. വളരെയധികം ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ അദ്ദേഹം വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. 50-ലധികം കൃതികൾ രചിച്ചിട്ടുള്ള അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഹാസ്യ സാഹിത്യ അവാർഡ്, മഹാകവി ഉള്ളൂർ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പം മലയാളത്തിലെ ഒരു ഹാസ്യ സമ്രാട്ടായിരുന്ന അദ്ദേഹം 2018 അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ മമ്മി എന്ന കവിതയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഈ കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ആംഗലേയ ഭാഷയുടെ അതിപ്രസരം മലയാളത്തിൽ ഉണ്ടായിരുന്ന കാലത്താണ് അദ്ദേഹം മമ്മി എന്ന ഈ കവിത എഴുതുന്നത്. ആംഗലേയ ഭാഷ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇംഗ്ലീഷ് ഭാഷ അല്ലേ? ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ആളുകൾക്ക് ഇംഗ്ലീഷ് ഭാഷയോട് അത്രയധികം ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്ന കാലത്ത് കുട്ടികളൊക്കെ അച്ഛനമ്മമാരെ അച്ഛനെന്നോ അമ്മയെന്നോ വിളിക്കാതെ, അല്ലെങ്കിൽ അമ്മ എന്ന വാക്ക് പോലും കുട്ടികൾ മറന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. മമ്മി, ഡാഡി അങ്ങനെയുള്ള വിളികളാൽ, ഗ്രാൻഡ് മമ്മ അല്ലെങ്കിൽ അപ്പൂപ്പ എന്നൊന്നും വിളിക്കാതെ ഗ്രാൻഡ് മമ്മി, ഗ്രാൻഡ് ഫാദർ, ഇങ്ങനെ എല്ലാ വാക്കുകളും ഇംഗ്ലീഷിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയുടെ പിന്നാലെ പോയൊരു ഒരു കാലഘട്ടത്തിൽ ആ പ്രവണതയെ, മലയാളികളുടെ ഈ ഇംഗ്ലീഷ് ഭാഷാ പ്രേമത്തെ വിമർശിച്ചുകൊണ്ട്, അതിനെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം രചിച്ച കവിതയാണ് മമ്മി. അതായത് ഒരു മുത്തശ്ശി, മരിക്കാൻ കിടക്കുന്ന ഒരു മുത്തശ്ശിയുടെ അടുത്ത് മുത്തശ്ശിയുടെ വേണ്ടപ്പെട്ടവരെല്ലാം ചുറ്റും കൂടിയിരിക്കുന്നുണ്ട്. മക്കളൊക്കെ വിദേശത്തായിരുന്നു, വിദേശത്തുള്ള മക്കളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും മമ്മി, ഗ്രാൻഡ് മമ്മി, ഡിയർ മമ്മി എന്നൊക്കെ വിളിച്ച് കരയുകയാണ്. പക്ഷേ ആ മുത്തശ്ശിക്ക് മുത്തശ്ശിയുടെ ഒരു അവസാന ആഗ്രഹം എന്ന് പറയുന്നത് അമ്മ എന്നൊരു വിളി കേൾക്കാനാണ്. ആ അമ്മ എന്ന തന്നെ അമ്മ എന്നൊരു വിളി നിങ്ങൾ വിളിക്കൂ എന്ന് മുത്തശ്ശി പറയുകയാണ്. ഒടുവിൽ ആ അമ്മ എന്നൊരു വാക്ക് കേട്ട് മുത്തശ്ശി മരിക്കുന്നു. ഇതാണ് കവിതയുടെ ഇതിവൃത്തം. ആ അമ്മ എന്ന ഒറ്റ വാക്കുകൊണ്ട് തന്നെ മലയാളികൾക്ക് മാതൃഭാഷയുടെ കരുത്തും മഹത്വവും കാട്ടിക്കൊടുക്കാൻ ഈ കവിതയിലൂടെ കവിക്ക് സാധിച്ചിട്ടുണ്ട്.